ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സലിലെ കുറച്ച് MCQs ആണ്. അതായത് പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു MCQ ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എക്സൽ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ഈ ഒരു MCQന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ക്യാൻവ യൂസ് ചെയ്തിട്ടാണ്. ഒരു 25 സ്ലൈഡ്സ് ഈ ക്വസ്റ്റ്യൻസിനുണ്ട്. അതായത് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒറ്റ സ്ലൈഡാണ്. എനിക്ക് വേണ്ട ട്രാൻസിഷനും ടൈമറും ഒക്കെ കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ സ്ലൈഡാണ്. അതിനുശേഷം അതായത് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തു, ബാക്കി 24 സ്ലൈഡ്സും ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള MCQs നിങ്ങൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ക്യാൻവ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഒരു ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ലുക്കപ്പ് എ വാല്യൂ വെർട്ടിക്കലി. അതായത് നമ്മൾ വെർട്ടിക്കൽ ലുക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എച്ച് ലുക്കപ്പ്, ബി വി ലുക്കപ്പ്, സി ലുക്ക്. നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വി ലുക്കപ്പ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിച്ച് ഫംഗ്ഷൻ കമ്പൈൻസ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഏത് ഫംഗ്ഷനാണ് എക്സലിൽ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ കോൺകാറ്റ്, ബി ജോയിൻ, സി മെർജ്. അപ്പോൾ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോൺകാറ്റ്. കോൺകാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റിനെ കമ്പൈൻ ചെയ്യുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് വിച്ച് ഫംഗ്ഷൻ ഈസ് മോഡേൺ റീപ്ലേസ്മെൻറ്റ് ഓഫ് വി ലുക്കപ്പ്. ഏത് ഫംഗ്ഷനാണ് വി ലുക്കപ്പിൻ്റെ മോഡേൺ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഇൻഡെക്സ്, ബി എക്സ് ലുക്കപ്പ്, സി മാച്ച്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ് ലുക്കപ്പ് ആണ്. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫീച്ചർ ഈസ് യൂസ് ടു സമ്മറൈസ് ലാർജ് ഡാറ്റ ക്വിക്ക്ലി. അതായത് ലാർജ് ഡാറ്റയെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് സമ്മറൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ബി ഫിൽട്ടർ, സി പിവറ്റ് ടേബിൾ. നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻസർ എന്ന് പറയുന്നത് പിവറ്റ് ടേബിൾ ആണ്. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ വിച്ച് ഫംഗ്ഷൻ റിട്ടേൺസ് റോ നമ്പർ ഓഫ് എ വാല്യൂ. ഏത് ഫംഗ്ഷനാണ് റോ നമ്പർ റിട്ടേൺ ചെയ്യുന്നത്? ഓപ്ഷൻ എ മാച്ച്, ബി ഇൻഡെക്സ്, സി ഫൈൻഡ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാച്ച് ഫംഗ്ഷൻ ആണ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് കൗണ്ട് ഇഫ് ഡു. എന്താണ് കൗണ്ട് ഇഫ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? കൗണ്ട് ഈഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു ഈഫ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കൗണ്ട്സ് ബേസ്ഡ് ഓൺ കണ്ടീഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് $A$1 എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയിൽ പറയുന്നത് റിലേറ്റീവ് ആണോ, അല്ലെങ്കിൽ ബിയിൽ അബ്സല്യൂട്ട് ആണോ, സിയിൽ മിക്സ്ഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റെഫറൻസ് എന്നുള്ളതാണ്. ഇനി അബ്സല്യൂട്ട് റെഫറൻസും റിലേറ്റീവ് റെഫറൻസും ഡൗട്ട് ഉള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈക്വൽ ടു നൗ റിട്ടേൺസ്. എന്താണ് ഈക്വൽ ടു നൗ എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്? ഡേറ്റ് ആണോ, ടൈം ആണോ, ഇനി ഡേറ്റ് ആൻഡ് ടൈം ഒന്നിച്ചുള്ളതാണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എക്സലിൽ പോയിട്ടൊന്ന് ഈക്വൽ ടു നൗ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇന്നത്തെ ഡേറ്റും ഇന്നത്തെ ടൈമും കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫംഗ്ഷൻ റിട്ടേൺസ് കറണ്ട് ഡേറ്റ്. ഏത് ഫംഗ്ഷനാണ് കറണ്ട് ഡേറ്റ്, അതായത് ഇന്നത്തെ ഡേറ്റ് റിട്ടേൺ ചെയ്യുന്നതെന്ന്? നേരത്തെ നമ്മൾ നൗ ഫംഗ്ഷൻ കണ്ടു അല്ലേ. ഇനിയിപ്പോൾ കറണ്ട് ഡേറ്റ് മാത്രം മതിയെങ്കിൽ ഏത് ഫംഗ്ഷനാണ്? ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്ഷൻ എ ടുഡേ എന്നുള്ള ഫംഗ്ഷനാണ്. ഇനി നമ്മുടെ 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൂൾ റിമൂവ്സ് ഡ്യൂപ്ലിക്കേറ്റ്സ്.
ഏത് ടൂളാണ് ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യുന്നത്? വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് കോൺകാറ്റിനേറ്റ് ഡു? എന്താണ് നമ്മുടെ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ കമ്പൈൻ ടെക്സ്റ്റ്, ബി സ്പ്ലിറ്റ് ടെക്സ്റ്റ്, സി ഫോമാറ്റ് ടെക്സ്റ്റ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ കമ്പൈൻ ടെക്സ്റ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 12th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഫംഗ്ഷൻ സെർച്ചസ് ഹോറിസോണ്ടലി? ഏത് ഫംഗ്ഷനാണ് ഹോറിസോണ്ടൽ സെർച്ചിന് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് വി ലുക്കപ്പ്, ബി എച്ച് ലുക്കപ്പ്, ഓപ്ഷൻ സി ലുക്കപ്പ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എച്ച് ലുക്കപ്പ് ആണ് അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വി ലുക്കപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കലി സെർച്ച് ചെയ്യുമ്പോൾ എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് സെർച്ച് ചെയ്യുന്നത്. ഇനി നമ്മുടെ 13th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ബേസ്ഡ് ഓൺ? അല്ലേ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ എ റൂൾസ്, ബി ചാർട്ട്സ്, സി ടേബിൾസ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റൂൾസ് ആണ്. റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ നമ്മൾ ന്യൂ റൂളൊക്കെ എഴുതിയിട്ടാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് ഓർമ്മിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് LEN ഫംഗ്ഷൻ ഡു? എന്താണ് LEN ഫംഗ്ഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ കൗണ്ട്സ് വേർഡ്സ്, ബി കൗണ്ട്സ് സെൽസ്, സി കൗണ്ട്സ് ക്യാരക്ടേഴ്സ്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൗണ്ട്സ് ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന LEN ഓഫ് ആ വേർഡ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് അത് പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ 15th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഫംഗ്ഷൻ കൺവേർട്സ് ടെക്സ്റ്റ് ടു അപ്പർ കേസ്? ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റിനെ അപ്പർ കേസിലേക്ക് മാറ്റുന്നത്? ഏതായിരിക്കും? തിങ്ക് ചെയ്യുക. ഓപ്ഷൻ എ അപ്പർ, ബി ക്യാപിറ്റൽ, സി ബിഗ്. ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പർ എന്നുള്ളതാണ് ഓപ്ഷൻ എ. ഇനി നമ്മുടെ 16th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ഡാറ്റ വാലിഡേഷൻ യൂസ്ഡ് ഫോർ? ഡാറ്റ വാലിഡേഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റെസ്ട്രിക്റ്റ് ഇൻപുട്ട്, ഓപ്ഷൻ ബി ഡിലീറ്റ് ഡാറ്റ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫോമാറ്റ് സെൽസ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നതാണ്. ഡാറ്റ വാലിഡേഷൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒട്ടുമിക്ക ക്വസ്റ്റിനും നിങ്ങൾക്ക് ലിങ്കായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ 17th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഫംഗ്ഷൻ ട്രിംസ് എക്സ്ട്രാ സ്പേസസ്? എക്സ്ട്രാ സ്പേസ് അല്ലേ, ചില സമയത്ത് നമുക്ക് എക്സ്ട്രാ സ്പേസ് ഉണ്ടാവും ചില ഡാറ്റയിൽ. അതൊക്കെ ട്രിം ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്ലീൻ ആണ്, ഓപ്ഷൻ ബി സ്പേസ്, ഓപ്ഷൻ സി ട്രിം. നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ട്രിം ആണ്. ഇനി നമ്മുടെ 18th ക്വസ്റ്റ്യൻ. വിച്ച് സിമ്പിൾ ഈസ് യൂസ് ടു സ്റ്റാർട്ട് എ ഫോർമുല ഇൻ എക്സൽ? എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ എ അറ്റ്, ഓപ്ഷൻ ബി ഹാഷ്, ഓപ്ഷൻ സി ഈക്വൽ ടു. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്ഷൻ സി ഈക്വൽ ടു എന്നുള്ളതാണ്. ഇനി അടുത്തത് 19th വൺ. വിച്ച് ഫംഗ്ഷൻ ഫൈൻഡ്സ് പൊസിഷൻ ഓഫ് ടെക്സ്റ്റ്? ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സെർച്ച്, ഓപ്ഷൻ ബി ഫൈൻഡ്, ഓപ്ഷൻ സി ലൊക്കേറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫൈൻഡ് എന്നുള്ളതാണ്. 20th വൺ. വാട്ട് ഈസ് എ മാക്രോ? മാക്രോ എന്ന് പറയുന്നത് എന്താണ്? എക്സലിൽ പലരും മാക്രോ എന്ന് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മാക്രോന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഓപ്ഷൻ എ എന്ന് പറയുന്ന ചാർട്ട്, ബി ഓട്ടോമേറ്റഡ് ടാസ്ക്, സി എന്ന് പറയുന്ന ഫോർമുല. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓട്ടോമേറ്റഡ് ടാസ്ക് എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് ഈസ് സ്ലൈസർ യൂസ്ഡ് ഇൻ പിവറ്റ് ടേബിൾ? എന്തിനാണ് പിവറ്റ് ടേബിളിൽ നമ്മൾ സ്ലൈസർ യൂസ് ചെയ്യുന്നത്?
ഓപ്ഷൻ എ ഡിലീറ്റ് ഡാറ്റ, ബി സോർട്ട് ഡാറ്റ, സി ഫിൽട്ടർ ഡാറ്റ. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ ഫിൽട്ടർ ഡാറ്റ എന്നുള്ളതാണ്. ഇനി 22nd ക്വസ്റ്റ്യൻ, വിച്ച് ടാബ് ഇൻസേർട്ട്സ് ചാർട്ട്സ്? ഏത് ടാബാണ് ചാർട്ട്സ് ഇൻസേർട്ട് ചെയ്യുന്നത്? വളരെ ഈസിയാണ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ബി ഇൻസേർട്ട് ആണ് കറക്റ്റ് ആൻസർ. ഇനി 23rd ക്വസ്റ്റ്യൻ, വെരി ഈസി വൺ. വാട്ട് ഡസ് കൺട്രോൾ വി ഡു? ഓപ്ഷൻ എ കോപ്പി, ഓപ്ഷൻ ബി പേസ്റ്റ്, ഓപ്ഷൻ സി കട്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പേസ്റ്റ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ 24th ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. വിച്ച് ഫംഗ്ഷൻ കൗണ്ട്സ് നോൺ എം ടി സെൽസ്? അതായത് നോൺ എം ടി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം ടി അല്ലാത്ത സെൽസ് അല്ലേ, അതായത് ഡാറ്റയുള്ള സെൽസ്. അങ്ങനെയാണെങ്കിൽ ഏത് ഫംഗ്ഷനാണ് ഡാറ്റയുള്ള സെൽസ് കൗണ്ട് ചെയ്യുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓപ്ഷൻ എയിൽ പറയുന്നത് കൗണ്ട് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കൗണ്ട് എ ആണ്, ഓപ്ഷൻ സി കൗണ്ട് ഈഫ് ആണ്. നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ബി കൗണ്ട് എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കൗണ്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ട് ഓൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിലിപ്പോൾ ഡാറ്റ ആയാലും അതായത് ടെക്സ്റ്റ് ആയാലും ഡിജിറ്റ്സ് ആയാലും എല്ലാത്തിനെയും കൗണ്ട് ചെയ്യും. മനസ്സിലായോ? എന്നാൽ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഓൺലി കൗണ്ട്സ് നമ്പേഴ്സിനെ മാത്രം, അതായത് നമ്പേഴ്സ് ഉള്ള സെൽസിനെ മാത്രം കൗണ്ട് ചെയ്യും. 25th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫ്രീസ് പെയിൻസ് യൂസ്ഡ് ഫോർ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസ് പെയിൻസ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹൈഡ് ഡാറ്റ, ഓപ്ഷൻ ബി ഡിലീറ്റ് റോസ്, ഓപ്ഷൻ സി ലോക്ക് റോസ് ഓർ കോളംസ്. നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലോക്ക് റോസ് ഓർ കോളംസ് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നമുക്ക് റോസിനെയോ കോളംസിനെയോ ഒക്കെ ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ കാണാൻ വേണ്ടിയിട്ട്. താഴേക്കുള്ള ഡാറ്റ കാണണം, അതേസമയം ഹെഡർ വിസിബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഹാഫ് ഡാറ്റ നമുക്ക് കാണണം. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഫ്രീസ് പെയിൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, കണ്ടു നോക്കുക. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ MCQ എന്ന് പറയുന്നത്. എല്ലാവരും അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി അറ്റൻഡ് ചെയ്തവർ മാർക്ക് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതൊരു ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.